മോട്ടീവ് ലാബ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട കുട്ടികൾക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ചിട്ടാണ്. ലാസ്റ്റ് ക്ലാസ് ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞ് നിർത്തിയത് ഞാൻ നിങ്ങളോട് ഒന്നുകൂടി റിമൈൻഡ് ചെയ്തുകൊണ്ടാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. ലാസ്റ്റ് ഞാൻ പറഞ്ഞത് യൂണിറ്റ് സെല്ലിനെ കുറിച്ചിട്ട്, ക്രിസ്റ്റലിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് ഒക്കെ നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമാജിൻ ചെയ്യാനുള്ള കുറച്ച് കപ്പാസിറ്റി വേണം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന പോയിൻറ്റ്സിനകത്തും ഏറ്റവും കൂടുതൽ വേണ്ടത്, ഞാൻ ഓരോ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഇമാജിനേഷൻ കപ്പാസിറ്റിയാണ്. നമ്മൾ ലാസ്റ്റ് വീക്കിൽ പറഞ്ഞത് യൂണിറ്റ് സെല്ലുകളെ കുറിച്ചിട്ടാണ്. ക്രിസ്റ്റലിനകത്തുള്ള ക്രിസ്റ്റൽ ലാറ്റിസിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള യൂണിറ്റ് സെല്ലുകൾ, ഡിഫറെൻറ്റ് ജിയോമെട്രിക്കൽ അറേഞ്ച്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ബ്രാവേസ് ലാറ്റിസ് എന്ന് പറഞ്ഞിട്ട് 14 നമ്പേഴ്സ് ജിയോമെട്രിക്കൽ അറേഞ്ച്മെൻറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അങ്ങനെയുള്ള ഒരു യൂണിറ്റ് സെല്ല്, ആ യൂണിറ്റ് സെല്ലുകൾ കൂടുമ്പോഴാണല്ലോ ക്രിസ്റ്റൽ ആകുന്നത്. അങ്ങനെയുള്ള യൂണിറ്റ് സെല്ലിനകത്ത് ഉള്ള പാർട്ടിക്കിളുകളുടെ നമ്പർ ഓഫ് ആറ്റംസ്, ഇവിടെ ആറ്റംസ് ആണ് നമ്മളൊരു പഠിത്തം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. ആറ്റം കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഏതും ആകാം ക്രിസ്റ്റലിനകത്ത്, പക്ഷെ നമ്മളിവിടെ എടുക്കുന്നത് ആറ്റമാണ്. അത് ഒന്ന് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ആറ്റം മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്, അയോൺസോ മോളിക്യൂൾസോ കൺസിഡർ ചെയ്യുന്നില്ല. ഒരു ആറ്റം ആണ് എങ്കിൽ ഓരോ യൂണിറ്റ് സെല്ലിൻ്റെ അറേഞ്ച്മെൻറ്റിലും എത്രമാത്രം നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ യൂണിറ്റ് സെൽ എന്നുള്ളതാണ്. ഓരോ യൂണിറ്റ് സെല്ലും, ഓരോ പർട്ടിക്കുലർ യൂണിറ്റ് സെല്ലും നമ്മൾ എടുത്തു കഴിയുമ്പോൾ ശരിക്കും അതിനകത്ത് എത്രമാത്രം ആറ്റംസ്, ആ കറസ്പോണ്ടിങ് കോൺസ്റ്റുവൻ്റ് ആറ്റം എന്തുമാത്രം ഉണ്ട് എന്നുള്ളൊരു കാൽക്കുലേഷനാണ് ഇന്നിപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ പറഞ്ഞു, നമ്മൾ എല്ലാം പഠിക്കുന്നില്ല. നമ്മൾ പ്രധാനപ്പെട്ട 3 ജിയോമെട്രിക്കൽ ഷേപ്പ് അല്ലെങ്കിൽ യൂണിറ്റ് സെല്ലുകൾ മാത്രമാണ് പഠിക്കുന്നത്. അതിൽ ഒന്ന് പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെൽ എന്നുള്ളതാണ്. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രിമിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കോർണറിലും ആയിരിക്കും എന്തുള്ളത്, പാർട്ടിക്കിൾസ് ഉള്ളത്, അല്ലേ? ഒരു യൂണിറ്റ് സെൽ എടുത്താൽ, ഒരു ക്യൂബ് എടുത്താൽ അതിൻ്റെ എല്ലാ കോർണറുകളിലുമായിരിക്കും കോൺസ്റ്റുവൻ്റ് പാർട്ടിക്കിൾസ് ഉള്ളത്. ഞാൻ പറഞ്ഞു ഇവിടെ കോൺസ്റ്റുവൻ്റ് പാർട്ടിക്കിൾ എന്നുള്ളത് നമ്മൾ എടുക്കുന്നത് ആറ്റമിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഓരോ കോർണറിലും ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു കോർണറിൽ ഒരു പാർട്ടിക്കിൾ വെച്ച് കഴിഞ്ഞാൽ, ഒരു ആറ്റം വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് സ്പെറിക്കൽ ഷേപ്പിൽ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പിയറിനെ എത്ര യൂണിറ്റ് സെല്ലുകൾ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഈ പിക്ചറിലേക്ക് നോക്കൂ. ഇതിനകത്ത് ഒരുപാട് ക്യൂബിക് യൂണിറ്റ് സെല്ലുകളുണ്ട്, 8 എണ്ണം ഉണ്ടല്ലേ? ഞാൻ ഇതിൻ്റെ നടുക്കുള്ള ഒരു കോർണറിൽ, ഈ നടുക്ക് കാണുന്ന ഒരു കോർണറിൽ ഞാനൊരു ആറ്റം വെച്ചു എന്ന് വെക്കാം. ഈ ആറ്റത്തെ ശരിക്കും എത്ര ക്യൂബിക് സെല്ലുകൾ ഷെയർ ചെയ്യുന്നുണ്ട്? താഴത്ത് 4 എണ്ണം ഉണ്ട്, മുകളിൽ 4 എണ്ണം ഉണ്ട്, അല്ലേ? അപ്പോൾ എത്ര? 8 എണ്ണം ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെയാണ് മറ്റുള്ള കോർണറിൽ വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ ഇപ്പുറത്ത് ഓരോ ക്യൂബിക് സെല്ലിൻ്റെയും അപ്പുറം ഇപ്പുറം മുകളിലും താഴത്ത്, ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്യൂബിക് സെല്ലുകൾ ചേരുന്നതാണല്ലോ. അപ്പോൾ ഒരു ക്യൂബിക് സെല്ലിൻ്റെ കോർണറിൽ ഒരു ആറ്റം വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ആ ആറ്റത്തെ 8, അതായത് 4 എണ്ണം താഴത്തും 4 എണ്ണം മുകളിലും 8 ആറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്? ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു ബോളിനെ നമ്മൾ 8 ആക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു വലിയ ബോളിനെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തു, ക്രോസ് കട്ട് ചെയ്തു, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസിലും കട്ട് ചെയ്തു എന്ന് വെച്ചോളി, അത് എത്ര പീസായി മാറും? അത് 8 പീസായിട്ട് മാറും. അല്ലെങ്കിൽ ഈ ബോളിൻ്റെ 8-1 മാത്രമാണ് ശരിക്കും ഒരു സെല്ലിലേക്ക് വരുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവും. ഈ പിക്ചർ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നോക്കൂ, 8 കോർണറിലും നമുക്ക് ആ ബോൾ ഉണ്ട് എങ്കിലും ഓരോ ബോളിൻ്റെയും 8-1, 1/8 പാർട്ട് മാത്രമേ ആർക്ക് കിട്ടണുള്ളൂ? ആ സെല്ലിന് കിട്ടണുള്ളൂ. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ശരിക്കും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ട് എന്ന് പറയാൻ പറ്റും? 8, അല്ലേ? 8 കോർണറിൽ 1/8, 1/8, 8-1 വീതം 8 കോർണറിൽ എത്ര ആറ്റം ആയപ്പോൾ 1/8 × 8 എത്രയാണ്? 1 ആണ്. അപ്പോൾ ആ ആറ്റം ശരിക്കും ഒരു ആറ്റത്തിന് തുല്യമായ പാർട്ടിക്കിളെ എവിടെ ഉള്ളൂ? പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെല്ലിലുള്ളൂ എന്ന് പറയാം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെല്ലിലുള്ള കോൺസ്റ്റുവൻ്റ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം അത് 1 ആണ്. എങ്ങനെ വന്നു 1? 8 കോർണറിലാണ് പാർട്ടിക്കിൾസ് ഉള്ളത്, ആറ്റംസ് ഉള്ളത്. ഓരോ കോർണറിൽ നിന്നും 1/8 കോൺട്രിബ്യൂഷനാണ് ആ യൂണിറ്റ് സെല്ലിലേക്ക് ഓരോ ആറ്റത്തിനും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ 8 × 1/8 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും ആ യൂണിറ്റ് സെല്ലിൽ എത്രയേ ഉള്ളൂ? ഒരു ആറ്റമേ ഉള്ളൂ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് അതാണ്, പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ ഉള്ള നമ്പർ ഓഫ് ആറ്റംസിൻ്റെ എണ്ണം എത്രയാണ്? 1 ആണ്. ഇനി രണ്ടാമത്തത് ബോഡി സെൻറ്റേഡ് ക്യൂബിക് സെല്ലാണ്. ഞാൻ പറഞ്ഞു എല്ലാം നമ്മൾ പഠിക്കുന്നില്ല, നമ്മൾ 3 തന്നെ പഠിക്കുന്നുള്ളൂ. ഒന്ന് നമ്മൾ പഠിച്ചു പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെല്ലാണ്. രണ്ടാമത്തത് ബോഡി സെൻറ്റേഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലാണ്. ബോഡി സെൻറ്റേഡ് ക്യൂബിക് യൂണിറ്റ് സെല്ല് ആ പേരിൽ തന്നെ ഉണ്ട്,
ബോഡിയുടെ അകത്ത്, യൂണിറ്റ് സെല്ലിന് അകത്ത് എന്തുണ്ട്? സെൻറ്ററിൽ, ബോഡി സെൻറ്റേർഡാണ്, സെൻറ്ററിനകത്ത് ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ഒരു ആറ്റം ഉണ്ട്. എന്ത് കൂടാതെ? ഈ കോർണറുകൾ കൂടാതെ. ഇപ്പോൾ ഈ ഓപ്പൺ സ്ട്രക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് കാണുന്നതിനെ ഓപ്പൺ സ്ട്രക്ചർ എന്നും, രണ്ടാമത് കാണുന്നതിനെ നമ്മൾ സ്പേസ് ഫില്ലിംഗ് സ്ട്രക്ചർ എന്നും, മൂന്നാമത്തതിനെ ആക്ച്വൽ ഫ്രാക്ഷൻസ് ഡിനോട്ട് ചെയ്യുന്ന, കാണിക്കുന്ന സ്ട്രക്ചർ എന്നും പറയും. ഇതിനകത്ത് ഈ ഓപ്പൺ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 8 കോർണറിലും എന്തുണ്ട്? പാർട്ടിക്കിൾസ് ഉണ്ട്. അതുപോലെ തന്നെ ആ ക്യൂബിക് സെല്ലിൻ്റെ നടുക്ക് ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ ബോഡി സെൻറ്റേർഡ് എന്ന് വിളിക്കുന്നത്. ബോഡിയുടെ സെൻറ്ററിൽ ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് വിളിക്കുന്നത്. അങ്ങനെ ഉണ്ട് എങ്കിൽ മൊത്തം എത്ര പാർട്ടിക്കിൾസിൻ്റെ കോൺട്രിബ്യൂഷൻ, എത്ര ആറ്റംസ് ഉണ്ടാവും ആ ക്യൂബിക് സെല്ലിൽ, ആ ബോഡി സെൻറ്റേർഡ് ക്യൂബിക് സെല്ലിൽ? നേരത്തെ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ കോർണറിലും ഉണ്ട് എങ്കിൽ 1/8 × 8 ആണ് 1, അല്ലേ? പ്ലസ് പിന്നെ ബോഡിയുടെ അകത്ത് ഒരെണ്ണം ഫുള്ളുണ്ട്, അല്ലേ? അപ്പോൾ ആ ഫുള്ളുള്ളതും പിന്നെ കോർണറിൽ നിന്ന് കിട്ടുന്ന 8 വീതമുള്ള 8 ചേർന്നിട്ട് 1 + 1, അതായത് 1/8 × 8 പ്ലസ് ബോഡിയുടെ സെൻറ്ററിലുള്ള 1 = എത്രയെന്ന് കിട്ടും? 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ബോഡി സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലാണ് എങ്കിൽ ദ നമ്പർ ഓഫ് കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് ഓർ ആറ്റംസ് ഇൻ എ ബോഡി സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ ഈസ് ഈക്വൽ ടു 2 എന്ന് പറയാനായിട്ട് പറ്റും. സോ പ്രിമിറ്റീവിൻ്റെ കേസിലാവുമ്പോൾ അത് 1 ആണ്. ബോഡി സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിൻ്റെ കേസിൽ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? 2 ആണ് എന്ന് നമുക്ക് ഈ പിക്ചറിൽ നിന്ന് മനസ്സിലാവും. ഇനി മൂന്നാമത്തതാണ് ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ല്. ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലും നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ല് എന്നുള്ളത്, അല്ലേ? ഒരു യൂണിറ്റ് സെല്ലിൻ്റെ കോർണറുകളിൽ പാർട്ടിക്കിൾ ഉണ്ടാവും, അതോടൊപ്പം തന്നെ അതിൻ്റെ ഫേസിലും പാർട്ടിക്കിൾ ഉണ്ടാവും, അല്ലേ? എല്ലാ ഫേസിലും പാർട്ടിക്കിൾ ഉണ്ടാവും. ഒരു ക്യൂബിക് സെല്ലിന് എത്ര ഫേസുകളുണ്ട്? ഇത് നോക്കൂ, ഇതൊരു ക്യൂബിക് സെല്ലിന് തത്തുല്യമാണ്, അല്ലേ? ക്യൂബിക് സെല്ല് പോലത്തെയാണെന്ന് സങ്കല്പിക്കുക. ഇതിന് എത്ര ഫേസ് ഉണ്ട്? ഇതിന് നമ്പർ ഓഫ് ഫേസസ് 6 ആണ്, അല്ലേ? 6 വശങ്ങളാണുള്ളത്. അപ്പോൾ എല്ലാ കോർണറിലും പാർട്ടിക്കിൾ ഉണ്ടാവും. നമ്മൾ പറഞ്ഞു 8 കോർണറാണുള്ളത്. സ്വാഭാവികമായും എത്ര പാർട്ടിക്കിൾ അതിനകത്ത് ഉണ്ടാവും? 1/8 × 8 എന്ന് പറയാൻ പറ്റുമല്ലോ. ഓരോ കോർണർ ഉള്ളതിൻ്റെയും 8 മാത്രമാണ് ആ യൂണിറ്റ് സെല്ലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പ്ലസ് ഫേസ് സെൻറ്റേർഡിൻ്റെ കേസിലാകുമ്പോൾ ഓരോ ഫേസിലും പാർട്ടിക്കിൾ ഉണ്ടാവും. ഓരോ ഫേസിലും പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഈ ഫേസിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഫേസിൻ്റെ ഇപ്പുറത്ത് വേറൊരു യൂണിറ്റ് സെൽ ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഈ ഫേസിലൊരു പാർട്ടിക്കിൾ ഉണ്ട് എങ്കിൽ അതിന് എത്ര യൂണിറ്റ് സെല്ലുകൾ ഷെയർ ചെയ്യുന്നുണ്ട്? ഈ യൂണിറ്റ് സെല്ലും അതിൻ്റെ തൊട്ടിപ്പുറത്തെ ഈ യൂണിറ്റ് സെല്ലും ഷെയർ ചെയ്യുന്നുണ്ടാവും, ശരിയല്ലേ? അപ്പോൾ ഒരു ബോൾ ആണ് എങ്കിൽ, ഒരു ആറ്റം ഒരു ബോളായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ബോളിൻ്റെ പകുതി ആയിരിക്കും ഈ യൂണിറ്റ് സെല്ലിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പകുതി എവിടെയായിരിക്കും? അടുത്ത യൂണിറ്റ് സെല്ലിലായിരിക്കും, അല്ലേ? അപ്പോൾ ഫേസിലുള്ള ആറ്റത്തിൻ്റെ 1/2 മാത്രമാണ് ആ യൂണിറ്റ് സെല്ലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും. അങ്ങനെയാണ് എങ്കിൽ എത്ര ഫേസ് ഉണ്ട്? 6 ഫേസ് ഉണ്ട് എന്ന് പറഞ്ഞല്ലേ? അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും 6 × 1/2 എന്ന് എഴുതാൻ പറ്റും. 6 ഫേസിലുള്ള പകുതി വീതമുള്ള ആറ്റംസ് ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഈ യൂണിറ്റ് സെല്ലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ പറ്റും, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 6 × 1/2 = 3 പ്ലസ് പിന്നെന്തുണ്ട്? കോർണറിലുമുണ്ട്. ഈ പിക്ചറിൽ കാണുന്നത് പോലെ നിങ്ങൾക്ക് മനസ്സിലാവും, കോർണറിലും ആറ്റംസ് ഉണ്ട്. 6 ഫേസിലുമുണ്ട് പ്ലസ് കോർണറിലുമുണ്ട്. 6 ഫേസിലുള്ളത് 6 × 1/2 = 3 പ്ലസ് കോർണറിലുള്ളത് 1/8 × 8 1. So we can write 3 + 1 = 4. So the number of atoms present in a face-centered cubic cell = 4. അപ്പോൾ ഈ 3 നമ്മളിവിടെ പഠിക്കുന്നുള്ളൂ. ഒന്ന് പ്രിമിറ്റീവ് ആണ്, 2 ബോഡി സെൻറ്റേർഡ് ആണ്, മൂന്നാമത്തത് ഫേസ് സെൻറ്റേർഡ് ആണ്. പ്രിമിറ്റീവിൻ്റെ കേസിൽ എത്രയാണ് ഉള്ളത്? 1 1/8 × 1 = 1. ബോഡി സെൻറ്റേർഡിൻ്റെ കേസിൽ 1/8 × 8 + 1 = 2. ഫേസ് സെൻറ്റേർഡിൻ്റെ കേസിൽ 1/8 × 8 + 1/2 × 6 = 4. ഇങ്ങനെ 4 ആറ്റംസ് ആണ് ഒരു ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് സെല്ലിൻ്റെ കേസിലുള്ളത്. അപ്പോൾ ഇത് 3 നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകണം. കാരണം നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ കാൽക്കുലേഷൻ പാർട്ട് വരുമ്പോൾ നമുക്കിത് ഓർമ്മ വേണം. പ്രിമിറ്റീവിൻ്റെ കേസിൽ 1 ആറ്റമാണുള്ളത്, ബോഡി സെൻറ്റേർഡിൻ്റെ കേസിൽ 2 ആറ്റംസ് ആണുള്ളത്, ഫേസ് സെൻറ്റേർഡിൻ്റെ കേസിൽ 4 ആറ്റംസ് ആണുള്ളത് എന്നുള്ള ഒരു അറിവ് നമുക്കുണ്ടെങ്കിലാണ് അവിടെ അത് കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്രിസ്റ്റലിനകത്ത്, സോളിഡ്സിനകത്ത് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ആ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്നത് ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ എന്നാണ്. എന്തുകൊണ്ടാണ് ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ എന്ന് പറയാൻ കാരണം? ഒരു
സോളിഡിനകത്ത് പാർട്ടിക്കിൾസ് എന്തുമാത്രം ക്ലോസ് ആയി പാക്ക് ചെയ്യാൻ കഴിയുമോ അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? അത് ആ മോളിക്യൂളിൻ്റെ, ആറ്റംസിൻ്റെ, അയോൺസിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസിനെയും സൈസിനെയും ആശ്രയിച്ചിട്ടിരിക്കും. അതിൻ്റെ പ്രോപ്പർട്ടീസിനും സൈസിനും അനുസരിച്ചിട്ടാണ് മാക്സിമം പോസിബിൾ ആകുന്ന രീതിയിൽ അതെന്ത് ചെയ്യും? ക്ലോസ് ആയിട്ടായിരിക്കും പാക്ക് ചെയ്യുന്നത്. അതിനെ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യാൻ കഴിയുന്നത് എന്നൊന്ന് നോക്കാം. 1 ഡയമെൻഷണൽ അറേഞ്ച്മെൻ്റ് ഉണ്ട്, 2 ഡയമെൻഷണൽ അറേഞ്ച്മെൻ്റ് ഉണ്ട്, 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഇത് വ്യത്യാസം എന്താണ്? ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വീട് പണിക്കൊക്കെ ബ്രിക്സ് കൊണ്ടുവരുമല്ലോ, അല്ലെങ്കിൽ ചെങ്കല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് കല്ലുകൾ കൊണ്ടുവരുമല്ലോ. കല്ലുകൾ കൊണ്ടുവരുന്നത് അടുക്കി വെക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? താഴെ 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 ഇങ്ങനെ ആദ്യം ഒരു ലൈൻ ഇടും, പിന്നെ എന്ത് ചെയ്യും? ഒരു ലൈൻ അങ്ങോട്ട് ഇടും. ഇങ്ങോട്ട് മാത്രമാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? 1 ഡയമെൻഷണൽ എന്ന് പറയും അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? അങ്ങോട്ടും ഇടുന്നുണ്ടെങ്കിലോ അതിനെ 2 ഡയമെൻഷണൽ എന്ന് പറയും. അങ്ങോട്ടും പോകുന്നുണ്ട്, ഇങ്ങോട്ടും എക്സും വൈയും ആയി. എന്നിട്ട് മുകളിലേക്ക് അതിട്ടതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മുകളിലേക്ക് ഇസഡ് ആക്സിസ് വരുന്നത് അല്ലേ? അതുപോലെ തന്നെയാണ് നമുക്ക് പാർട്ടിക്കിളിൻ്റെ സ്ട്രക്ചറും പഠിക്കാൻ പറ്റുന്നത്. ആദ്യം എക്സ് ആക്സിസും വൈ ആക്സിസും അല്ലെങ്കിൽ 1 ഡയമെൻഷനും 2 ഡയമെൻഷനും പഠിച്ചതിന് ശേഷം ഉറപ്പാണ് സോളിഡ് എന്ത് ഡയമെൻഷനിലാണ്? 3 ഡയമെൻഷണൽ സ്ട്രക്ചറാണ്. അതിൽ സംശയമില്ലല്ലോ അല്ലേ? എല്ലാ സോളിഡും 3 ഡയമെൻഷണൽ സ്ട്രക്ചറാണ്, അതിൽ സംശയമില്ല. അപ്പോൾ ഈ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം 1 ഡയമെൻഷണൽ പഠിക്കുക, 2 ഡയമെൻഷണൽ പഠിക്കുക, 3 ഡയമെൻഷണൽ പഠിക്കുക. ഇവിടെയും നമ്മൾ ആറ്റംസിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആറ്റംസിനെ ഒരു സ്പിയർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ എക്സ്പ്ലനേഷൻ മൊത്തം പറയുന്നത്. അതിൻ്റെ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ശരിക്കും ആക്ച്വൽ മോളിക്യൂളിൻ്റെ സ്ട്രക്ചറൊക്കെ എടുത്ത് പറയുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വളരെ സിമ്പിളായിട്ടാണ് ഒരു 1 ഡയമെൻഷണൽ അറേഞ്ച്മെൻ്റ് ആണെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു പാർട്ടിക്കിൾ ആദ്യം എടുത്തു, ഒരു ലെയറിൽ ഒരു എക്സ് ആക്സിസിൽ ഒരു പാർട്ടിക്കിളിനെ എടുത്തു അല്ലേ? ഇതിനെ നമ്മൾ വിളിക്കുന്നത് 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എന്നാണ്. 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. എന്താ 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയാൻ കാരണം എന്താ? മാക്സിമം അത് അടുത്താണ് ഇരിക്കുന്നത് അല്ലേ? ഇനി ഒരാറ്റത്തിൻ്റെ മുകളിൽ കയറി ഇരിക്കാനായിട്ട് കഴിയില്ല മോസ്റ്റ് ഓഫ് ദ കേസ്. അപ്പോൾ ഇതിനെ നമ്മൾ സിമ്പിളായിട്ട് വിളിക്കുന്ന പേരാണ് 1 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ്. 1 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റിൽ ഇതിൽ ഒരു പാർട്ടിക്കിൾ അതിൻ്റെ എത്ര നൈബറിങ് ആറ്റംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ദ നമ്പർ ഓഫ് നൈബേഴ്സ് അല്ലെങ്കിൽ നൈബറിങ് പാർട്ടിക്കിൾസിനെ നമ്മൾ ആ നമ്പറിനെ വിളിക്കുന്നത് നമ്മൾ കോർഡിനേഷൻ നമ്പർ എന്നാണ്. കോർഡിനേഷൻ നമ്പർ. അപ്പോൾ ഇവിടെ ഓരോ പാർട്ടിക്കിളിൻ്റെയും കോർഡിനേഷൻ നമ്പർ ഈ 1 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റിൽ എത്രയായിരിക്കും? 2 ആയിരിക്കും അല്ലേ? ഒരു പാർട്ടിക്കിൾ അതിൻ്റെ തൊട്ടപ്പുറവും ഇപ്പുറവുമുള്ള 2 പാർട്ടിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ 2 നൈബേഴ്സ് ഉണ്ട് എന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്ത് വിളിക്കും? അതിനെ കോർഡിനേഷൻ നമ്പർ എന്ന് വിളിക്കും. അപ്പോൾ കോർഡിനേഷൻ നമ്പർ നിങ്ങൾ എങ്ങനെ കോറിലേറ്റ് ചെയ്യും? നിങ്ങളുടെ ജീവിതവുമായി. നിങ്ങൾക്ക് എത്ര അയൽവാസികൾ ഉണ്ടെന്ന് നോക്കുക. നിങ്ങളുടെ കോമ്പൗണ്ടുമായിട്ട് എത്ര വീടുകൾ ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നൈബേഴ്സിൻ്റെ എണ്ണം എത്രയാണെന്ന് നോക്കിയാൽ മതി. അതൊന്ന് ഓർത്താൽ മതി. അപ്പോൾ ഇനി അവരെ നിങ്ങൾ നൈബേഴ്സ് എന്ന് വിളിക്കേണ്ട, കോർഡിനേറ്റേഴ്സ് എന്ന് വിളിച്ചാൽ മതി. ശരിക്കും കോർഡിനേറ്റേഴ്സ് ആണല്ലോ, അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് വേണമല്ലോ നമുക്ക് ജീവിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ നൈബേഴ്സ് എത്രയാണ്? ആ നൈബറിങ് ആറ്റംസ് പോലെയാണ് നമ്മുടെ നൈബേഴ്സും. അതിനെയാണ് കോർഡിനേഷൻ നമ്പർ എന്ന് വിളിക്കും. സിംഗിൾ അല്ലെങ്കിൽ 1 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റിൽ കോർഡിനേഷൻ നമ്പർ 2 ആയിരിക്കും എന്ന് പറയാം അല്ലേ? ഞാൻ അതിൻ്റെ മുകളിൽ ഒരു പാർട്ടിക്കിൾ വെച്ചു. ഇതിപ്പോൾ 2 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് തുടങ്ങിയാണ് അല്ലേ? എക്സ് നമ്മൾ ചെയ്തു, അതിൻ്റെ മുകളിലാകുമ്പോൾ എന്തായി? വൈ ആയി. വൈ ആക്സിസിൽ ഞാനിങ്ങനെ കൂടുതൽ പാർട്ടിക്കിൾ വെക്കുക എന്ന് നോക്കുക. ഇത് നമ്മൾ 2 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് എന്ന് വിളിക്കും. 2 ഡയമെൻഷണൽ പാക്കിംഗ്. അപ്പോൾ സിംഗിൾ ലെയർ മാത്രമാണെങ്കിൽ അത് 1 ഡയമെൻഷണൽ ആണ്. അതല്ല, മുകളിലേക്കും ഉണ്ട്, എക്സ് മാത്രമല്ല വൈയിലേക്കും അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായി? 2 ഡയമെൻഷണൽ പാക്കിംഗ് ആയി. ഈ പാക്കിങ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ ഞാനൊരു പാർട്ടിക്കിൾ എടുത്തു നോക്കൂ. ഈ പാർട്ടിക്കിൾ എത്ര നൈബേഴ്സുമായിട്ട് കോറിലേറ്റ് ചെയ്തിട്ടുണ്ട്? 4 നൈബേഴ്സുമായിട്ട് കോറിലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ 4 നൈബേഴ്സുമായിട്ട് കോറിലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ അപ്പോൾ ഇവിടെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 4 ആയി അല്ലേ? 4 നൈബേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ അറേഞ്ച്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്നത് എ ടൈപ്പ് അറേഞ്ച്മെൻ്റ് എന്നാണ്. കാരണം എല്ലാ ലെയറും, ഫസ്റ്റ് ലെയർ എ, സെക്കൻഡ് ലെയർ എ, തേർഡ് ലെയർ എ, ഫോർത്ത് ലെയർ എ, ഓരോ ലെയറിൻ്റെയും നേരെ മുകളിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? എല്ലാം വെർട്ടിക്കൽ ആണല്ലേ? എല്ലാം ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡയറക്ഷനിലാണ്, XY ആക്സിസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന് നമ്മൾ എ ടൈപ്പ് എന്ന് പറയും. എയും എല്ലാ ലെയറും സെയിം ആണ്, എ തന്നെയാണ്. ഇതിനകത്ത് വേറെ കാര്യം കൂടെ ശ്രദ്ധിക്കാൻ മനസ്സിലാവും. ഇതിനകത്ത് നടുക്കുള്ള ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ നടുക്കുള്ള ഗ്യാപ്പിനെ നമ്മൾ വിളിക്കുന്നത് വോയിഡ്സ് എന്നാണ്. വോയിഡ്സ്, VOIDS, വോയിഡ്സ്. ആ വോയിഡ്സ് നോക്കിക്കേ, എല്ലാം സിമിലർ ആണ് അല്ലേ? എല്ലാം ഒരേ ഷേപ്പ് അല്ലേ? ആ വോയിഡ്സ്, ഈ വൈറ്റ് കളറിൽ കാണുന്ന സ്പേസ് നോക്കിയേ, അതെല്ലാം സിമിലർ ആണ്. അതിന് വോയിഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എ ടൈപ്പിൽ വോയിഡ്സ് എല്ലാം സിമിലർ ആണ് എന്നും കൂടി നമുക്ക് മനസ്സിലാവും. ഞാൻ ഈ 2 ഡയമെൻഷനിൽ തന്നെ വേറൊരു രീതിയിൽ അറേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്.
ഞാനൊരു ഫസ്റ്റ് ലെയർ അറേഞ്ച് ചെയ്തു എക്സ് ആക്സിസിൽ. വൈ ആക്സിസിൽ ഞാൻ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യുന്നത് അതിൻ്റെ നേരെ മുകളിലല്ല, മറിച്ച് അതിൻ്റെ ആ ഗ്യാപ്പിലാണ്. ആ ഡിപ്രഷൻ ഉണ്ടല്ലോ, ആ ഡിപ്രഷനിൽ കൊണ്ടുപോയിട്ടാണ് ഞാൻ പാർട്ടിക്കിൾ വെച്ചത്. അപ്പോൾ ഫസ്റ്റ് എ ലെയർ ആണെങ്കിൽ സെക്കൻഡ് എന്തല്ല, എ അല്ല, അതിന് നമുക്ക് ബി എന്ന് വിളിക്കേണ്ടി വരും. കാരണം സ്ലൈറ്റ് വേരിയേഷൻ, അതിനും ഒരു ഡയറക്ഷനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഞാൻ മൂന്നാമത്തെ ലെയർ വെക്കുന്നത് രണ്ടാമത്തെ ലെയറിൻ്റെ ഡിപ്രഷനിലാണ്, ആ കുഴിയിലാണ്. നോക്കൂ, ഞാൻ മൂന്നാമത്തെ ലെയർ വെച്ചു. ഈ മൂന്നാമത്തെ ലെയർ ശരിക്കും ഒന്നാമത്തെ ലെയറുമായ ഒരു സിമിലാരിറ്റി ഉണ്ട്. ഒരേ അലൈൻമെൻറ്റിലാണല്ലേ, ഒരേ ലൈനിലാണ്, സ്ട്രെയിറ്റ് ലൈനിലാണ്, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ എയും ഫസ്റ്റും തേർഡും എന്താണ്, സിമിലറാണ്. ഇനി നമ്മൾ ഫോർത്ത് ലെയർ വെച്ചാലോ, സെക്കൻഡും ഫോർത്തും സിമിലറാണ്, ഒരേ ലൈനിലാണ്. ഇതിനെ വിളിക്കുന്നത് എ ബി ടൈപ്പ് പാക്കിംഗ് എന്നാണ്. 2 ഡയമെൻഷനിലെ എ ബി ടൈപ്പ് പാക്കിംഗ് എന്ന് വിളിക്കും. അപ്പോൾ എ ബി ടൈപ്പ് ആ പേരിൽ തന്നെ ഉണ്ട്. എ ബി ഫസ്റ്റും തേർഡും സിമിലറാണ്, സെക്കൻഡും ഫോർത്തും സിമിലറാണ്, തേർഡും ഫിഫ്ത്തും സിമിലർ ആയിരിക്കും. അങ്ങനെ എന്ത് ചെയ്യും, അങ്ങനെ അങ്ങോട്ട് പോകും അല്ലേ. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് 2 ഡയമെൻഷനിലിൻ്റെ എന്താണ്, എ ബി ടൈപ്പ് പാക്കിംഗ്. ഇതിനകത്ത് ഈ എ ബി ടൈപ്പ് പാക്കിങ്ങിൽ, എ ടൈപ്പ് അല്ല, എ ബി ടൈപ്പ് പാക്കിങ്ങിൽ അതിൻ്റെ വോയിഡ്സ്, അതിൻ്റെ ഗ്യാപ്പ്, ആ വൈറ്റ് കളർ ഒന്ന് നോക്കിയേ. ചിലത് മുകളിലേക്കാണ്, ട്രയാങ്കിൾ ഷേപ്പാണ് എല്ലാം ഏകദേശം അല്ലേ. അത് ചില ട്രയാങ്കിൾ മുകളിലേക്കാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, ചില ട്രയാങ്കിൾ എന്താണ്, താഴത്തേക്കാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ രണ്ട് തരത്തിലുള്ള വോയിഡ്സ് ഉണ്ടാവും. എ ടൈപ്പിലാണെങ്കിൽ ഒറ്റ ടൈപ്പ് വോയിഡ്സേ ഉള്ളൂ. പക്ഷേ ഈ ടൈപ്പിലാവുമ്പോൾ വോയിഡ്സ് 2 തരത്തിലുണ്ടാവും, ഗ്യാപ്പുകൾ 2 തരത്തിലുണ്ടാവും. ചില ട്രയാങ്കിൾ മുകളിലേക്കാണ് ആരോ, ചില ട്രയാങ്കിൾ താഴത്തേക്കാണ് ആരോ അല്ലേ. ഈ എയും എ ബിയും തമ്മിൽ നോക്കുമ്പോൾ ശരിക്കും മോസ്റ്റ് എഫക്റ്റീവ് പാക്കിംഗ് എന്ന് പറയുന്നത് എ ബി ടൈപ്പാണ്. കാരണം എന്താണ്, പാർട്ടിക്കിൾസ് കൂടുതൽ അടുത്തിരിക്കുന്നത് എവിടെയാണ്, ഇവിടെയാണ്. ഇവിടെ ഓരോ പാർട്ടിക്കിളിനും എത്ര, ഇപ്പോൾ ഈ ഒരു പാർട്ടിക്കിൾ എടുത്തുവെന്ന് വെച്ചോളി, ഈ പാർട്ടിക്കിൾ എത്ര നൈബറിങ് ആറ്റംസ് ഉണ്ട് നോക്കിയേ. 6 ആറ്റംസുമായിട്ട് ഇതെന്ത് ചെയ്തിരിക്കുന്നു, ബന്ധിപ്പിച്ചിരിക്കുന്നു അല്ലേ. അപ്പോൾ ഇവിടെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്, ഇവിടെ കോർഡിനേഷൻ നമ്പർ 6 ആണെന്ന് പറയും. അപ്പോൾ എ ടൈപ്പിൽ എത്രയായിരുന്നു, കോർഡിനേഷൻ നമ്പർ 4 ആയിരുന്നു. എ ബി ടൈപ്പ് ആകുമ്പോഴത്തേക്കും കോർഡിനേഷൻ നമ്പർ 6 ആണ്. ദാറ്റ് മീൻസ് ഈച്ച് ആറ്റം ഈസ് സറൗണ്ടഡ് ബൈ 6 അതർ ആറ്റംസ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. മറ്റ് 6 ആറ്റംസുമായിട്ട് അല്ലെങ്കിൽ പാർട്ടിക്കിളുമായിട്ട് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ കോർഡിനേഷൻ നമ്പർ എത്രയാണെന്ന് പറയുന്നത്, 6 ആണെന്ന് പറയുന്നത്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേര് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കാറുണ്ട്. അതെന്തുകൊണ്ട് ഹെക്സഗണൽ എന്ന് വിളിക്കുന്നത്, ഹെക്സ എന്ന് വെച്ചാൽ 6 എന്നാണല്ലോ. ഇത് 6 ആറ്റംസുമായിട്ട് അറേഞ്ച് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു, കോർഡിനേഷൻ നമ്പർ 6 ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്നത് ഹെക്സഗണൽ 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എന്നാണ്. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്നും വിളിക്കാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എ ടൈപ്പിന് എന്തായിരിക്കും വിളിക്കുന്നത്, സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കും. കാരണം എന്താണ്, അവിടെ സ്ക്വയർ 4 ആറ്റംസുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്തിരുന്നത്. കോർഡിനേഷൻ നമ്പർ 4 ആയിരുന്നു, അവിടെ നമ്മൾ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്നും ഇവിടെ നമ്മൾ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്നും വിളിക്കുന്നുണ്ട് എന്ന പോയിന്റ് കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റിനെ കുറിച്ചാണ്. നമ്മൾ ആദ്യം സിംഗിൾ ലെയർ 1 ഡയമെൻഷനിൽ പറഞ്ഞു, ഇപ്പോൾ 2 ഡയമെൻഷനിൽ പറഞ്ഞു. 2 ഡയമെൻഷനിൽ 2 ടൈപ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. എ ടൈപ്പും ഉണ്ട്, എ ബി ടൈപ്പും ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെയർ ഇങ്ങനെ അടുക്കി, ഒരു ലെയർ അങ്ങനെ വൈയിലും അടുക്കി. ഇനി നമ്മൾ മുകളിലേക്ക് പാർട്ടിക്കിൾ വെക്കാൻ പോവുകയാണ്. അതിനെയാണ് നമ്മൾ ഇത് വിളിക്കുന്നത് 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കുന്നത്. അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിൽ ഞാൻ അതും ഡിഫറൻറ്റ് ടൈപ്സ് ഉണ്ട്. അതിൽ ഞാൻ ആദ്യത്തെ പറയാൻ പോകുന്നത് സ്ക്വയർ ക്ലോസ് പാക്ഡ് ലെയേഴ്സിൻ്റെ മുകളിൽ ഓരോന്നും അടുക്കി വെക്കുന്നതിനാണ്. ഇപ്പോൾ ഈ പിക്ചറിൽ നോക്കൂ, ഞാനൊരു ലെയർ 2 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് നടത്തി. ഇത് ഏത് അറേഞ്ച്മെൻ്റ് ആണ്, ഇത് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞതാണ് എ ടൈപ്പ് ആണ് അല്ലേ. ഇതൊരു എ ലെയർ ആണെന്ന് വിചാരിക്കുക. ഇത് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഉണ്ട്. ഇതിൻ്റെ മുകളിൽ അതേപോലെ തന്നെ ഞാൻ മറ്റൊരു ലെയറും കൂടി കൊണ്ടുവന്ന് വെച്ചു. ആ ബോളിൻ്റെ നേരെ മുകളിലാണ് കേട്ടോ. അത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ മുകളിൽ വേറൊരു ലെയർ കൊണ്ടുവന്ന് വെച്ചു, അതിൻ്റെ മുകളിൽ വേറൊരു ലെയർ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഈ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൻ്റെ അതേ മുകളിലാണ്, ആ ഓരോ ബോളിൻ്റെയും ഓരോ ആറ്റത്തിൻ്റെയും മുകളിലാണ് ഞാൻ കൊണ്ടുവന്ന് വെച്ചത്. ഇതിനെ വിളിക്കുന്ന പേരാണ് എ ടൈപ്പ് പാക്കിംഗ് എന്ന് വിളിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്യൂബിക് അറേഞ്ച്മെൻ്റ് ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് 3 ഡയമെൻഷനിൽ ചെയ്യാൻ കഴിയുന്ന അറേഞ്ച്മെൻ്റ് ആണ് ഈ പറഞ്ഞ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൻ്റെ മുകളിലുള്ള 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ്. ഇനി 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റിൽ
ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഹെക്സഗണൽ ക്ലോസ് പാക്ക് ലെയറിൻ്റെ മുകളിലാണ് നമ്മൾ പിന്നെ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് നടത്തുന്നത് എങ്കിൽ അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്തമായ അറേഞ്ച്മെൻറ്റ് പോസിബിൾ ആണ്. ഞാനിവിടെ എടുക്കാൻ പോകുന്നത് നോക്കൂ, ഞാനൊരു പിന്നെ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൻ്റെ ഒരു ലെയർ ഇവിടെ എടുത്തിരിക്കുകയാണ്. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ്. ഓരോ ആറ്റത്തിനും ചുറ്റും എത്രയുണ്ട്? 6 ആറ്റംസ് ഉണ്ട്. വോയിഡ്സ് 2 തരത്തിലുണ്ട്. ട്രയാങ്കിൾ മുകളിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്ന വോയിഡ്സ് ഉണ്ട് അല്ലേ, ആ ട്രയാങ്കിൾ താഴത്തേക്ക് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്ന വോയിഡ്സ് ഉണ്ട്. സോ വോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഗ്യാപ്പാണ്, ആറ്റംസ് ഉള്ള ഗ്യാപ്പാണ്. 2 തരത്തിലുള്ള ഗ്യാപ്പുകൾ ഉണ്ട് എന്ന് മനസ്സിലായി. ഞാൻ അടുത്ത ലെയർ അതിൻ്റെ മുകളിൽ ഞാൻ മൂന്നാമത്തെ 3rd ഡയമെൻഷൻ ഞാൻ വെക്കുന്നത് ഫസ്റ്റ് വോയിഡിലാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനിത് ഫസ്റ്റ് വോയിഡിൽ വെക്കുകയാണ്. ഫസ്റ്റ് വോയിഡ് കവർ ചെയ്തു. ഒന്നുകൂടി കാണാം. ഞാൻ ഫസ്റ്റ് വോയിഡിൻ്റെ ആ ഗ്യാപ്പിലാണ് രണ്ടാമത്തെ ലെയർ കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പോൾ എല്ലാ ലെയറും എല്ലാ വോയിഡും അവിടെ കവർ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ലെയറുള്ള ട്രയാങ്കിൾ, ഏത് ട്രയാങ്കിൾ? മുകളിലേക്കുള്ള ട്രയാങ്കിളുകൾ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? അവിടെ കവർ ചെയ്തുള്ളൂ അല്ലേ. താഴത്തേക്കുള്ള ട്രയാങ്കിളുകൾ കവർ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാവും. ക്ലിയർ അല്ലേ? അടുത്ത ലെയർ, മൂന്നാമത്തെ ലെയർ വെക്കുമ്പോഴോ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ താഴത്തേക്കുള്ള ട്രയാങ്കിൾ കവർ ചെയ്യുന്ന രീതിയിലാണ് വെച്ചത്. ഇപ്പോൾ എല്ലാ വോയിഡ്സും പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാ വോയിഡ്സും കവേർഡായി അല്ലേ. ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ ശരിക്കും ആ ക്രിസ്റ്റലിനകത്ത് നമുക്ക് 2 തരത്തിലുള്ള വോയിഡ്സുകൾ കിട്ടുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി വലുതാക്കിയിട്ട് പിക്ചർ പറയാം. ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ ഫസ്റ്റ് ലെയർ വെച്ചു, ബ്ലൂ കളർ ആണ്, ബോളുകളാണ്. അതിൻ്റെ മുകളിലുള്ള വോയിഡ്സിൽ, മുകളിലേക്ക് ട്രയാങ്കിൾ മുകളിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്ന ആ വോയിഡ്സ് സെൻറ്റർ ആക്കിക്കൊണ്ട് ഞാൻ സെക്കൻഡ് ലെയർ റെഡ് ബോളുകൾ വെച്ചു. ആറ്റംസ് ആണ്, ഞാൻ ബോൾ എന്ന് പറയുന്നു. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ ഗ്യാപ്പ് നോക്കിയേ, ഈ വോയിഡ് നോക്കിയേ. ഈ വോയിഡിൻ്റെ പ്രത്യേകത എന്താ? ആ വോയിഡ് എത്ര ആറ്റംസുമായിട്ട് കണക്റ്റഡ് ആണ്? ആ വോയിഡ് 4 ആറ്റംസുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ. താഴത്തെ ലെയറിൽ 3 ബ്ലൂ കളറും ഉണ്ട്, മുകളിൽ 1 റെഡും ഉണ്ട്. അങ്ങനെ 4 ആറ്റംസുമായിട്ട് അത് കണക്ട് ചെയ്തത് കൊണ്ട് അതിനെ നമ്മൾ വിളിക്കുന്നത് ടെട്രാഹെഡ്രൽ വോയിഡ് എന്നാണ്. ടെട്രാഹെഡ്രൽ വോയിഡ്. അപ്പോൾ ടെട്രാഹെഡ്രൽ വോയിഡ്സിന് എത്ര ആറ്റംസുമായിട്ട് കണക്റ്റഡ് ആണ്? അത് 4 ആറ്റംസുമായിട്ട് കണക്റ്റഡ് ആണ്. ക്ലിയർ അല്ലേ? ഇതിനെയാണ് ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് വിളിക്കുന്നത്. ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള ഈ വോയിഡ് എന്ന് നോക്കിയാൽ ഇതിപ്പോൾ ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഒക്കെ ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇത് ഈ ടി എന്ന് എഴുതിയിരിക്കുന്നത് എല്ലാം ടെട്രാഹെഡ്രൽ വോയിഡാണ്. നിങ്ങൾ പിക്ചർ നോക്കിയാൽ മനസ്സിലാകും നിങ്ങൾക്ക് അല്ലേ. എല്ലാം 4 ആറ്റംസുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾ ഇതൊന്ന് നോക്കിക്കേ, ഈ വോയിഡ് ഒന്ന് നോക്കിക്കേ. ഈ വോയിഡ് അത് എത്ര ആറ്റംസുമായിട്ട് കണക്റ്റഡ് ആണെന്ന് നോക്കിയേ. ഞാനിവിടെ ഒന്നുകൂടി വലുതാക്കി വരക്കാം. 3 ബ്ലൂ കളറുള്ള ആറ്റംസ് താഴത്തുണ്ട്, 3 റെഡ് കളറുള്ള ആറ്റംസ് മുകളിലും ഉണ്ട് അല്ലേ. അതായത് 6 ആറ്റംസുമായിട്ട് അതെന്താണ് കണക്റ്റഡ് ആണെന്ന് മനസ്സിലാവും അല്ലേ. അതിന് നമ്മൾ വിളിക്കുന്നത് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് എന്നാണ്. ഒക്ടാഹെഡ്രൽ വോയിഡ്സ്. കാരണം എന്താണ്? 6 ആറ്റംസുമായിട്ട് അതെന്താണ് കണക്റ്റഡ് ആയതുകൊണ്ടിട്ട് നമ്മൾ അതിനെ ഒക്ടാഹെഡ്രൽ വോയിഡ്സ് എന്നാണ് വിളിക്കുന്നത്. ഒക്ട എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന് 8 വശങ്ങൾ വരുന്നത് കൊണ്ടിട്ടാണ് ഒക്ട എന്ന വാക്ക് വന്നത്. ഒക്ടാഹെഡ്രൽ വോയിഡ്സ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതിന് ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഉണ്ട്, ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഉണ്ട്. ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഉണ്ട്, ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഉണ്ട്. ഒക്ടാഹെഡ്രൻ്റെ ഷേപ്പ് വരുന്നത് കൊണ്ടിട്ടാണ് നമ്മളതിനെ ഒക്ടാഹെഡ്രൽ വോയിഡ്സ് എന്ന് വിളിക്കുന്നത്. ഇതാണ് നമ്മൾ രണ്ടാമത്തെ ലെയറിൽ വെച്ചാലുള്ള, അതായത് ഫസ്റ്റ് ലെയറിൻ്റെ മുകളിൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ ഫസ്റ്റ് ലെയറിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയർ വെക്കുമ്പോൾ ഉണ്ടാകുന്ന 2 തരത്തിലുള്ള വോയിഡുകളാണ് ഞാൻ ഈ പറഞ്ഞത്. ഒന്ന് ഒക്ടാഹെഡ്രൽ വോയിഡാണ്, രണ്ടാമത്തത് ടെട്രാഹെഡ്രൽ വോയിഡാണ്. ടെട്രാഹെഡ്രൽ വോയിഡ്സും ഒക്ടാഹെഡ്രൽ വോയിഡ്സും. ഈ അറേഞ്ച്മെൻറ്റിൻ്റെ വേറൊരു പ്രത്യേകത, നമ്പർ ഓഫ് ആറ്റംസ് n ആണ് എങ്കിൽ, ക്യാപിറ്റൽ ലെറ്റർ n ആണ് എങ്കിൽ അതിനകത്തുള്ള ഒക്ടാഹെഡ്രൽ വോയിഡുകളുടെ എണ്ണം n തന്നെയായിരിക്കും. പക്ഷേ ടെട്രാഹെഡ്രൽ വോയിഡുകൾ അതിൻ്റെ ഡബിൾ ഉണ്ടാകും. അല്ലെങ്കിൽ നമുക്ക് പറയാൻ കഴിയും നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഈസ് ഈക്വൽ ടു 2n എന്ന് എഴുതാൻ പറ്റും. ജനറലി ഇങ്ങനെയുള്ള സ്ട്രക്ചറിനകത്ത് നമ്മൾ n നമ്പർ ഓഫ് ആറ്റംസിനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എങ്കിൽ, അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് എന്ന് പറഞ്ഞാൽ അത് n തന്നെയായിരിക്കും. എത്ര ആറ്റംസ് ഉണ്ടോ അത്രയും ഒക്ടാഹെഡ്രൽ വോയിഡ് കിട്ടും. പക്ഷേ ടെട്രാഹെഡ്രൽ വോയിഡ്സിൻ്റെ എണ്ണം അതിൻ്റെ നേരെ ഡബിൾ ആയിരിക്കും, 2n ആയിരിക്കും എന്നുള്ളത് കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ഓർത്ത് വെക്കണം. ഇനി നമ്മൾ മൂന്നാമത്തെ ലെയറിനെ വിരിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ലെയർ വിരിച്ചു, സെക്കൻഡ് ലെയർ വിരിച്ചു, മൂന്നാമത്തെ ലെയറിനെ നമ്മൾ വിരിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ലെയറിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയർ വിരിച്ചപ്പോൾ നമുക്ക് 2 തരത്തിലുള്ള വോയിഡ് കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞു, ടെട്രാഹെഡ്രൽ വോയിഡും ഒക്ടാഹെഡ്രൽ വോയിഡും. ഓക്കെ, അപ്പോൾ 2 വോയിഡുകൾ ഉള്ളത് കൊണ്ട് തന്നെ മൂന്നാമത്തെ ലെയറിനെ വിരിക്കുമ്പോൾ നമുക്ക് 2 സാധ്യതകളാണ് ഉള്ളത്. ഒന്ന്, ഈ ടെട്രാഹെഡ്രൽ വോയിഡിൻ്റെ മുകളിൽ കൊണ്ടേ മൂന്നാമത്തെ ലെയർ വെക്കാം, അല്ലെങ്കിൽ ഒക്ടാഹെഡ്രൽ വോയിഡിൻ്റെ മുകളിൽ കൊണ്ടേ മൂന്നാമത്തെ ലെയർ വെക്കാം.
അപ്പോൾ ഞാനിവിടെ ഒരു പിക്ചറിലൂടെ ഞാൻ മനസ്സിലാക്കി തരാം. നോക്കൂ, ഞാൻ ഫസ്റ്റ് ലെയർ വിരിച്ചു. ഫസ്റ്റ് ലെയർ റെഡ് കളറാണ്. ഇതൊരു ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ്. ഓരോ ആറ്റവും എത്ര ആറ്റംസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? 6 ആറ്റംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ നമ്പർ നിങ്ങളുടെ മൈൻഡിൽ വേണം. ഇത് ഫസ്റ്റ് ലെയർ ആണ്, റെഡ് കളറാണ്. അതിൻ്റെ മുകളിൽ ഞാൻ അതിൻ്റെ വോയിഡ്സിൽ ഞാൻ എന്ത് ചെയ്തു? ഒരു റെഡ് കളർ ലെയർ വിരിച്ചു. ഇവിടെ 2 തരത്തിലുള്ള വോയിഡുകളുണ്ട് അല്ലേ? ടെട്രാഹെഡൽ വോയിഡും ഒക്ടാഹെഡൽ വോയിഡും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇതിൽ ടെട്രാഹെഡൽ വോയിഡ്സിനെ ഞാൻ മാർക്ക് ചെയ്തു T. നോക്കിയേ, ഈ വോയിഡുകളെല്ലാം എത്ര ആറ്റംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്? 4 ആറ്റംസുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ? താഴെയുള്ള ഒരു ബ്ലൂ കളറിന് മുകളിൽ 3 റെഡ് കളർ ഉണ്ട്. ഓരോന്നും നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് അല്ലേ? താഴെയുള്ള ബ്ലൂ കളറിൽ മുകളിൽ എന്തുണ്ട്? 3 റെഡ് കളർ. അപ്പോൾ മൊത്തം 4 ആറ്റംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. എ വെച്ചു ഫസ്റ്റ് ലെയർ, ബി സെക്കൻഡ് ലെയർ. ഇനി ഞാൻ 3ാമത്തെ ലെയർ വെക്കാൻ പോവുകയാണ്. 3ാമത്തെ ലെയർ ഈ ടെട്രാഹെഡൽ വോയിഡിലാണ് വെക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ടെട്രാഹെഡൽ വോയിഡ് മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് ഞാൻ 3ാമത്തെ ലെയർ കൊണ്ടുവന്ന് വെച്ചു. 3ാമത്തെ ലെയർ കൊണ്ടുവന്ന് വെച്ചപ്പോഴോ ഫസ്റ്റ് ലെയർ മാഞ്ഞുപോയി. ബ്ലൂ കളർ കാണാനില്ലല്ലോ. ബ്ലൂ കളർ ലെയർ കാണാനില്ല. കാരണം എന്താണ്? ആ ബ്ലൂ കളറിൻ്റെ നേരെ മുകളിലാണ് ആര് വന്നിരിക്കുന്നത്? ഈ ഗ്രീൻ കളർ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ഫസ്റ്റ് ലെയർ ഈസ് സിമിലർ ടു തേർഡ് ലെയർ എന്ന് പറയാൻ കഴിയും. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്നത് എ ബി ടൈപ്പ് കാറ്റഗറി എന്നാണ് വിളിക്കുന്നത്. എ ബി അറേഞ്ച്മെന്റ് എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കുന്നത്. എ ബി അറേഞ്ച്മെന്റ് എന്ന്. കാരണം എന്താണ്? ഇതിനകത്ത് ഫസ്റ്റ് ലെയറും തേർഡ് ലെയറും എന്താണ്? സിമിലർ ആണ് എന്ന് പറയും. ഇതിന് വേറൊരു പേര് വിളിക്കുന്നത് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്നാണ്. HCP എന്ന് വിളിക്കാറാണ്. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ മനസ്സിലാക്കേണ്ടത് ഓരോ പാർട്ടിക്കിളും 12 ആറ്റംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ 12 ആറ്റംസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഫസ്റ്റ് ലെയർ നമുക്കറിയാം, അതിൻ്റെ സെയിം ലെയറിൽ ഒരു ആറ്റം എത്ര ആറ്റവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്? 6 ആറ്റവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലേ? അതാണല്ലോ ഹെക്സഗണൽ എന്ന് പേര് വന്നത്. പിന്നെ 3 എണ്ണം അതിൻ്റെ മുകളിലും 3 എണ്ണം അതിൻ്റെ താഴെയും. അങ്ങനെ മൊത്തം 12 ആറ്റംസുമായിട്ട് ഓരോ ആറ്റത്തിൻ്റെയും സറൗണ്ടിങ് ആറ്റംസിൻ്റെ നമ്പർ 12 ആണ്. അതുകൊണ്ട് അതിൻ്റെ കോർഡിനേഷൻ നമ്പർ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റും? കോർഡിനേഷൻ നമ്പർ നേരത്തെ പറഞ്ഞു നമ്മൾ. നമ്പർ ഓഫ് ആറ്റം സറൗണ്ടഡ് ബൈ ഈച്ച് ആറ്റം ആണെന്ന് വിളിക്കുന്നത് നമ്മൾ കോർഡിനേഷൻ നമ്പർ എന്ന് വിളിക്കുന്നത്. അതെത്രയാണ്? അത് 12 ആണ്. എന്തിൻ്റെ കേസിൽ? HCP അറേഞ്ച്മെൻറ്റിൻ്റെ കേസിൽ. HCP എന്ന് പറഞ്ഞാൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മഗ്നീഷ്യം, സിങ്ക് ഒക്കെ പോലുള്ള മെറ്റൽസിനൊക്കെ ഈ അറേഞ്ച്മെൻ്റ് ആണുള്ളത്. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് അറേഞ്ച്മെൻ്റ് ആണുള്ളത്. ഞാനിത് പറയാൻ കാരണം പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവിടെ അത് മെൻഷൻ ചെയ്ത് കൊള്ളണം എന്നില്ല. അപ്പോൾ മഗ്നീഷ്യം, സിങ്ക് പോലുള്ള ഇതൊക്കെ എക്സാമ്പിൾ ആണ് എന്തിന്? ഈ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിന് അല്ലെങ്കിൽ HCP അറേഞ്ച്മെൻറ്റിന് എക്സാമ്പിൾ ആണ് എന്നുള്ളത് നമ്മൾ ഓർത്തു വെക്കണം. ഇനി രണ്ടാമത്തെ പോസിബിലിറ്റി എന്താണ്? നമ്മൾ ടെട്രാഹെഡൽ വോയിഡിൻ്റെ മുകളിൽ വെച്ചതിന് പകരം ഒക്ടാഹെഡൽ വോയിഡിൻ്റെ മുകളിലാണ് തേർഡ് ലെയർ വെക്കുന്നതെന്ന് വിചാരിക്കുക. ഞാനിവിടെ കാണിച്ചു തരാം. നോക്കിയോളൂ, ഫസ്റ്റ് ലെയർ ഞാനിവിടെ വിരിച്ചു. സെക്കൻഡ് ലെയർ, ഇതൊക്കെ ഹെക്സഗണൽ പാക്കിംഗ് ആണ് കേട്ടോ. സെക്കൻഡ് ലെയർ ഞാൻ വിരിച്ചു. എല്ലാ ആറ്റവും 6 ആറ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഒക്ടാഹെഡൽ വോയിഡ്സ് മാർക്ക് ചെയ്യുന്നു. നോക്കൂ, ഒക്ടാഹെഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചുറ്റും 6 ആറ്റംസ് ഉണ്ടാവും. 3 എണ്ണം താഴ്ത്തും 3 എണ്ണം മുകളിലും ബന്ധപ്പെട്ടിട്ടുണ്ടാവും. ഈ ഒക്ടാഹെഡൽ വോയിഡിൻ്റെ മുകളിലേക്ക് ഞാൻ തേർഡ് ലെയർ കൊണ്ടുവന്ന് വെക്കുന്നു എന്ന് വിചാരിക്കുക. തേർഡ് ലെയർ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അത് ബ്ലൂ ലെയറിനെയോ റെഡ് ലെയറിനെയോ മായ്ക്കുന്നില്ല. ഉണ്ടോ? ബ്ലൂ ലെയറും റെഡ് ലെയറും ഒക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ. അതായത് ഇത് സിമിലർ അല്ല എന്ന് പറയാൻ കഴിയും. അല്ലെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ഫസ്റ്റ് ലെയർ ഈസ് നോട്ട് ഈക്വൽ ടു ഓർ നോട്ട് സിമിലർ ടു തേർഡ് ലെയർ എന്ന് പറയാൻ കഴിയും. അപ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ABC അറേഞ്ച്മെന്റ് എന്ന് വിളിക്കും. ABC പാക്കിംഗ്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹെക്സഗണൽ. നമ്മൾ നേരത്തെ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്, ക്യൂബിക് ക്ലോസ് പാക്കിംഗ് എന്ന് പറഞ്ഞ HCP എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ വിളിക്കുന്നതാണ് ക്യൂബിക് ക്ലോസ് പാക്കിംഗ്, CCP അല്ലെങ്കിൽ ഫേസ് സെൻറ്റേഡ് ക്യൂബിക് സ്ട്രക്ചർ, FCC എന്ന് വിളിക്കും. അപ്പോൾ ഈ FCCയും HCPയും ഒക്കെയാണ് ശരിക്കും അതിൻ്റെ മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ടുള്ള, ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള, മാക്സിമം പാർട്ടിക്കിളിനെ ക്ലോസ് ചെയ്തിട്ടുള്ള ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ എന്ന് പറയാനായിട്ട് കഴിയും. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊത്തം സറൗണ്ടിങ് ചെയ്തിരിക്കുന്ന ആറ്റംസിൻ്റെ എണ്ണം ഓരോ ആറ്റത്തിൻ്റെ കേസിലും അത് 12 ആണ്, 12 ആണ് എന്ന് പറയാൻ പറ്റും. അത് സെയിം ലെയറിൽ 6 എണ്ണം ഉണ്ടാവും, മുകളിൽ 3 എണ്ണം ഉണ്ടാവും, പിന്നെ 3 എണ്ണം താഴത്തുണ്ടാവും. ഇവിടെയും നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? ഇത് കോർഡിനേഷൻ നമ്പർ 12 ആണ് എന്ന് പറയാനായിട്ട് കഴിയും. അപ്പോൾ 2 പോസിബിലിറ്റിയാണുള്ളത് തേർഡ് ലെയർ വെക്കാനായിട്ട്. ഒന്ന് ടെട്രാഹെഡൽ വോയിഡിൻ്റെ മുകളിൽ വെക്കുക. അതിനെ നമ്മൾ എന്ത് വിളിക്കും? AB ടൈപ്പ് എന്നാണ് വിളിക്കുന്നത്. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ്, അത് HCP ആണ്. രണ്ടാമത്തെ കേസ് വരുന്നത് ഒക്ടാഹെഡൽ വോയിഡിൻ്റെ മുകളിലാണ് വെക്കുന്നത്. ഒക്ടാഹെഡൽ വോയിഡിൻ്റെ മുകളിൽ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് എന്താണ്? അവിടെ കിട്ടുന്നത് 2 പേരാ വിളിക്കുന്നത്. നമ്മൾ ക്യൂബിക് ക്ലോസ് പാക്കിംഗ് CCP എന്ന് വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ ഫേസ് സെൻറ്റേഡ് ക്യൂബിക് സ്ട്രക്ചർ FCC എന്ന് നമ്മൾ വിളിക്കും. ഇത് രണ്ടും എന്താണ്? ശരിക്കും രണ്ടും എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലോസ് പാക്കിംഗ് ആണ്.
ക്ലോസ് പാക്കിംഗ് ഞാൻ പറഞ്ഞു. ക്ലോസ് പാക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് മാക്സിമം എത്രയാണ് നമുക്ക് അടുക്കി വെക്കാൻ കഴിയുന്നത് അത് അനുസരിച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റി കൂടും. അതിനെയാണ് നമ്മൾ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്രിസ്റ്റലിൻ്റെ കേസിൽ. അതാണ് നമ്മൾ അതിനകത്തുള്ള കോൺട്രിബ്യൂഷൻ, ഓരോ ആറ്റത്തിൻ്റെയും കോൺട്രിബ്യൂഷനാണ് നമ്മൾ പറഞ്ഞത്. ഇനി മറ്റൊരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്റ്റലിൻ്റെ കേസിൽ എന്താണ് പാക്കിംഗ് എഫിഷ്യൻസി? പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടോട്ടൽ സ്പേസ് ഫിൽഡ് ബൈ ദി കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് ഇൻ എ ക്യൂബിക് സ്ട്രക്ചർ. ഒരു ക്യൂബിക് സ്ട്രക്ചറിൽ പാർട്ടിക്കിൾസിൻ്റെ പിന്നെ എന്തുമാത്രം സ്ഥലം ഫില്ല് ചെയ്തിട്ടുണ്ടോ പാർട്ടിക്കിൾ ആ ക്യൂബിക് സ്ട്രക്ചറിൽ, അതിനെയാണ് അതിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് പാക്ക് ചെയ്യാൻ നോക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാൻ കാരണം എന്താണ്? കുറഞ്ഞ സ്ഥലത്ത് മാക്സിമം സാധനങ്ങൾ അടുക്കി വെക്കുമ്പോഴാണ് അത് മാക്സിമം എഫക്റ്റീവ് പാക്കിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു ക്യൂബിക് സ്ട്രക്ചറിൽ അതിൻ്റെ എഫിഷ്യൻസി, പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ആ ക്യൂബിക് സ്ട്രക്ചറിൽ എന്തുമാത്രം പാർട്ടിക്കിൾ ഉണ്ട്, അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതിനെയാണ് നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. പാക്കിംഗ് എഫിഷ്യൻസി ഇൻ HCP ആൻഡ് CCP സ്ട്രക്ചേഴ്സ് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ HCP സ്ട്രക്ചറിൽ, CCP സ്ട്രക്ചറിൽ, ഹെക്സണൽ ക്ലോസ് പാക്കിംഗ് അല്ലെങ്കിൽ ക്യൂബിക് ക്ലോസ് പാക്ഡ് സ്ട്രക്ചറിൽ എങ്ങനെയാണ് പാർട്ടിക്കിൾസിൻ്റെ എഫിഷ്യൻസി ഒന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഞാനൊരു പിക്ചർ നോക്കിക്കോളൂ. ഇതൊരു ക്യൂബിക് ക്ലോസ് പാക്ഡ് സ്ട്രക്ചറാണ്. ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഈ സ്ട്രക്ചറിൽ എല്ലാ കോർണറിലും പാർട്ടിക്കിൾ ഉണ്ട്, അതോടൊപ്പം തന്നെ ഫേസിൻ്റെ സെൻറ്ററിലും പാർട്ടിക്കിൾ ഉണ്ട് അല്ലേ? ഫേസിൻ്റെ സെൻറ്ററിലും പാർട്ടിക്കിൾ ഉണ്ട്. ഈ പിക്ചർ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് വശം ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുന്നു. അതിനകത്തുള്ള സൈഡുകൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന പോലെ ABCD എന്ന് തന്നെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഓരോ സൈഡിൻ്റെയും ലെങ്ത് അത് A ആണ്. AC എന്നുള്ളതിൻ്റെ ഡയഗണൽ ലെങ്ത് അത് B ആണ്. പാർട്ടിക്കിൾസിൻ്റെ റേഡിയസ്, ഓരോ പാർട്ടിക്കിളിൻ്റെയും റേഡിയസ് നമ്മൾ R എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, R എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണ് എങ്കിൽ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ പിക്ചർ നോക്കിയിട്ട് നമുക്ക് പറയാനായിട്ട് ഈ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുക. ഏത്? ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. അവിടെ AC ആണ് ഹൈപ്പോട്ടന്യൂസ് അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാൻ കഴിയുന്നത് ഇൻ ട്രയാങ്കിൾ ABC എന്ത് എഴുതാൻ കഴിയും? AB² പ്ലസ് BC² ഈസ് ഈക്വൽ ടു AC² എന്ന് എഴുതാൻ കഴിയും. കാരണം AC എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ആണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? AB എന്ന് പറഞ്ഞാൽ എന്താണ്? A ആണ്. BC എന്ന് പറഞ്ഞാൽ എന്താണ്? A ആണ്. AC എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ ലെറ്റർ B ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? A² പ്ലസ് A² ഈസ് ഈക്വൽ ടു B² എന്ന് എഴുതാൻ പറ്റും. സിമ്പിൾ അല്ലേ? ഇനി നമ്മൾ ഈ A² പ്ലസ് A² നമ്മൾ 2A² എന്ന് എഴുതുന്നു. അത് എന്ത് എഴുതാൻ പറ്റും? B² എന്ന് എഴുതാൻ പറ്റും. ഇതിൽ നിന്ന് നമ്മൾ B കാൽക്കുലേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? √2A എന്ന് കിട്ടും. B² is equal to 2A². So B is equal to √2A എന്ന് കിട്ടും. അത് നിങ്ങളുടെ മൈൻഡിൽ വേണം. B is equal to √2A. ആറാണ് റേഡിയസ് എന്ന് പറഞ്ഞു അല്ലേ? ബോളിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ റേഡിയസ് 6 ആണെന്ന് പറഞ്ഞു. ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. 6 ആണ് എങ്കിൽ AC-യുടെ ലെങ്ത് എത്രയായിരിക്കും? ഒരു ബോൾ ഫുൾ ഉണ്ട്, പിന്നെ രണ്ട് എഡ്ജിലുള്ള ബോളുകളുടെ പകുതി വീതമുണ്ട് അല്ലേ? അപ്പോൾ 6 ആണെങ്കിൽ 4R എന്ന് എഴുതാനായിട്ട് പറ്റും. B is equal to 4R എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ? നമ്മൾ മോളിൽ പറഞ്ഞു B is equal to √2A എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ B is equal to 4R ആണ് എങ്കിൽ 4R is equal to √2A എന്ന് എഴുതാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? 4R is equal to √2A. അല്ലെങ്കിൽ A is equal to 4R by √2. അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും that is equal to 2 into √2R. 2 into √2R. A is equal to 2 into √2R. ഇത് നിങ്ങളുടെ മൈൻഡിൽ വേണം. A is equal to 2 into √2R. ക്യൂബിക് ക്ലോസ് പാക്ഡ് സ്ട്രക്ചറിൽ അതിൻ്റെ പിന്നെ ഫേസ് സ്റ്റാൻഡേർഡ് സ്ട്രക്ചറിൽ അതിൽ എത്രമാത്രം പാർട്ടിക്കിൾ ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എത്രമാത്രം പാർട്ടിക്കിൾ ഉണ്ട്? 4 പാർട്ടിക്കിളാണുള്ളത് അല്ലേ? എല്ലാ കോർണറിലും 1/8 വീതം. 8 കോർണറിലാകുമ്പോൾ 1 കിട്ടും. ഫേസിൽ 1/2 കോൺട്രിബ്യൂഷൻ, ഹാഫ് കോൺട്രിബ്യൂഷൻ ആണ് യൂണിറ്റ് സെല്ലിലേക്ക്. 6 ഫേസിലും കൂടി ആകുമ്പോൾ 6 into 1/2 3 കിട്ടും. 3 + 1 is equal to 4 എന്നുള്ള നേരത്തെ പറഞ്ഞതാണ്. 4 ആറ്റംസ് ആണ് ഈ ക്യൂബിക് ക്ലോസ് പാക്ഡ് സ്ട്രക്ചറിനകത്ത് ഒരു യൂണിറ്റ് സെല്ലിലേക്കുള്ള പാർട്ടിക്കിളുകളുടെ എണ്ണം. ഒരു പാർട്ടിക്കിള് സ്പിയറാണ്, റേഡിയസ് 6 ആണ് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ വോളിയം എത്രയായിരിക്കും? 4/3 πr³ ആണ് സ്പിയറിൻ്റെ വോളിയം അല്ലേ? 4 സ്പിയറുകൾ ഉണ്ടെങ്കിലോ 4 into 4/3 πr³ എന്ന് പറയാൻ പറ്റും അല്ലേ? അപ്പോൾ ആ യൂണിറ്റ് സെല്ലിലുള്ള ടോട്ടൽ പാർട്ടിക്കിളുകളുടെ വോളിയം എത്രയാണ്? 4 into 4/3 πr³ ആണ് പാർട്ടിക്കിളുകളുടെ വോളിയം. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഇക്വേഷൻ പാക്കിംഗ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു വോളിയം ഒക്കുപ്പൈഡ് ബൈ 4 സ്പിയേഴ്സ് ഇൻ ദ യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ ഇൻറ്റു 100 എന്നുള്ളതാണ്. പെർസെൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വോളിയം ഒക്കുപ്പൈഡ് ബൈ 4 സ്പിയേഴ്സ്
അത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ. ഒരു സ്പിയറിന് 4/3 πr ക്യൂബ് ആണ്. 4 സ്പിയർ ആകുമ്പോൾ 4 × 4/3 πr ക്യൂബ്. അത് നമ്മൾ മുകളിൽ എഴുതി. ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ. യൂണിറ്റ് സെൽ എന്ന് വെച്ചാൽ എന്താ? ക്യൂബാണ്. ക്യൂബിന്റെ എഡ്ജ് ലെങ്ത് എത്രയാണ്? എ ആണ്. എല്ലാ എഡ്ജും സെയിം ആണ് അല്ലേ. അപ്പോൾ എ ആണ് എങ്കിൽ അതിന്റെ വോളിയം എന്താണ്? ക്യൂബിന്റെ വോളിയം എ ക്യൂബാണ്. അപ്പോൾ നമുക്ക് താഴത്ത് എന്ത് എഴുതാൻ പറ്റും? എ ക്യൂബ് എന്ന് എഴുതാൻ പറ്റും ഇൻറ്റു 100. ഈ എ എത്രയാണ് എന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? എ = 2 × √2r എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എക്ക് പകരം നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 2 × √2r ദ ഹോൾ ക്യൂബ്. ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 74% എന്ന് കിട്ടും. അതായത് ഈ CCP സ്ട്രക്ചറിൽ അതിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി എത്രയാണ്? 74% ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. 74%. ഓക്കെ. ഇനി ഇതിന് പകരം നമ്മൾ അടുത്തൊരു കാൽക്കുലേഷൻ വരുന്നത് പാക്കിംഗ് എഫിഷ്യൻസി ഇൻ ബോഡി സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ ആണെന്ന് വിചാരിക്കുക. ബോഡി സെൻറ്റേർഡ് ആകുമ്പോൾ ഫേസിലല്ല പാർട്ടിക്കിൾ ഉള്ളത്. എവിടെയാണ്? ബോഡിയുടെ സെൻറ്ററിലാണ്. ബോഡിയുടെ സെൻറ്ററിലാകുമ്പോൾ എത്ര പാർട്ടിക്കിളാണ് ഉള്ളത്? 2 പാർട്ടിക്കിളാണുള്ളത് അല്ലേ. 2 പാർട്ടിക്കിളാണുള്ളത്. ഇതിൻ്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ പിക്ചറിലേക്ക് നോക്കുക. ഈ പിക്ചറിൽ നമ്മൾ ഈ ട്രയാങ്കിൾ EFD നോക്കുക. ട്രയാങ്കിൾ EFD നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് ഇതാണ് ട്രയാങ്കിൾ EFD. അതിൽ EF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഒരു എഡ്ജാണ്, എ ആണ് ലെങ്ത്. ED എന്ന് പറഞ്ഞാൽ ഒരു എഡ്ജാണ്, അത് എ. അതിൻ്റെ ഡയഗണലാണ്, ഫേസിൻ്റെ ഡയഗണലാണ് എന്ത്? FD എന്ന് പറഞ്ഞാൽ അത് ആ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. നമുക്ക് B എന്ന് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണ് എങ്കിൽ ട്രയാങ്കിൾ EFDയിൽ നമുക്ക് B² = A² + A² എന്ന് എഴുതാനായിട്ട് പറ്റും. കഴിഞ്ഞ കാൽക്കുലേഷനിൽ ചെയ്ത പോലെ തന്നെ അല്ലേ. അപ്പോൾ എന്ത് കിട്ടും? അത് 2A² എന്ന് കിട്ടും. അല്ലെങ്കിൽ B = √2a എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? അത് നമ്മൾ ചെയ്തതാണ്. അതിനുശേഷം നമ്മൾ മറ്റൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണ്. ഞാനിവിടെ എഴുതിയിരിക്കുന്ന പോലെ ട്രയാങ്കിൾ AFD. നോക്കൂ, ട്രയാങ്കിൾ AFD. ആ ട്രയാങ്കിൾ വന്നിരിക്കുന്നത് ആ ക്യൂബിൻ്റെ നടുക്കൂടിയാണ് കേട്ടോ. ആ നടുക്കൂടി എന്ന് പറഞ്ഞാൽ നടുക്കാണ്. ഒരു ബോഡി സെൻറ്റേർഡ് ആകുമ്പോൾ ഒരു പാർട്ടിക്കിൾ നടുക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ AF എന്നുള്ളത് അത് ഹൈപ്പോട്ടന്യൂസ് ആണ്. അത് മാത്രമല്ല ആ ക്യൂബിൻ്റെ ഡയഗണലാണ്, ക്രോസ് ഡയഗണലാണ്. നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അതിന് നമ്മൾ C എന്നാണ് ലെങ്ത് കൊടുക്കുന്നതെങ്കിൽ C² = A² + B² എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ? A² + B² എന്ന് എഴുതാനായിട്ട് പറ്റും. B² എന്ന് പറഞ്ഞാൽ എന്താണ്? 2A² എന്ന് നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് C² = A² + 2A² എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ മൊത്തം എത്ര വന്നു? 3A² എന്ന് എഴുതാൻ പറ്റും അല്ലേ. C² = 3A². അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും C = √3a. C = √3a. C എന്ന് പറഞ്ഞാൽ എന്താണ്? C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതുപോലെ തന്നെ ഒരു സ്പിയറിൻ്റെ ഹാഫ് റേഡിയസ് 6 ആണെങ്കിൽ അവിടെ എത്ര എണ്ണം വരുന്നുണ്ട്? 4 ആറുകൾ വരുന്നുണ്ട്. 4a അല്ലേ. ഒരു ഫുൾ സ്പിയറും 2 ഹാഫ് സ്പിയറും വരുന്നുണ്ടല്ലോ 2 കോർണറിൽ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 4r = √3a എന്ന് എഴുതാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും A = 4r by √3. √3 താഴത്തേക്ക് കൊണ്ടുവന്നു. 4r by √3. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിൽ വേണം. A = 4r by √3. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഞാൻ പറഞ്ഞു ഈ BCC സ്ട്രക്ചർ ആകുമ്പോൾ, ബോഡി സെൻറ്റേർഡ് സ്ട്രക്ചർ ആകുമ്പോൾ എത്ര പാർട്ടിക്കിൾ ഉണ്ട്? എല്ലാ കോർണറിലും 1/8 വീതം 8 കോർണേഴ്സിൻ്റെ 1 ഉണ്ട്. ബോഡിയുടെ സെൻറ്ററിലാകുമ്പോൾ ഒരു 1 ഉണ്ട്. അങ്ങനെ 1 + 1 2 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 2 ആണ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം അല്ലേ. ഒരു പാർട്ടിക്കിളിൻ്റെ വോളിയം 4/3 πr ക്യൂബ് ആണ്. സ്പിയർ ആണല്ലോ, 4/3 πr ക്യൂബ് ആണ്. അങ്ങനെ 2 പാർട്ടിക്കിൾ ആകുമ്പോൾ 2 × 4/3 πr ക്യൂബ് എന്ന് കിട്ടും അല്ലേ. അതാണ് പാർട്ടിക്കിളുകളുടെ വോളിയം. പാക്കിംഗ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്താണ്? പാക്കിംഗ് എഫിഷ്യൻസി = volume occupied by 2 spheres in the unit cell divided by volume or total volume of the unit cell ആണ് അല്ലേ. 2 സ്പിയേഴ്സിൻ്റെ വോളിയം എത്രയാണ്? 2 × 4/3 πr ക്യൂബ് നമ്മൾ മുകളിൽ എഴുതി. ഡിവൈഡഡ് ബൈ യൂണിറ്റ് സെല്ലിൻ്റെ പിന്നെ വോളിയം എത്രയാണ്? A ക്യൂബാണ് അല്ലേ. ഇൻറ്റു 100. A എത്രയാണെന്ന് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. A = 4r ഡിവൈഡഡ് ബൈ √3 എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4r താഴത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളി. 4r by √3 ദ ഹോൾ ക്യൂബ് ഇൻറ്റു 100. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടുന്നത്? 68 എന്ന് കിട്ടും. എത്ര കിട്ടും? 68. അപ്പോൾ CCP ക്ലോസ് പാക്കിങ്ങിൽ, HCP ക്ലോസ് പാക്കിങ്ങിൽ നമുക്ക് 74 ആയിരുന്നു % പാക്കിംഗ് എഫിഷ്യൻസി എങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? BCCയുടെ സ്ട്രക്ചറിൽ 68% പാക്കിംഗ് നടക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ലെസ് എഫിഷ്യൻ്റ് ആണ് ഈ പാക്കിംഗ്, BCC എന്ന് പറയാൻ പറ്റും. കാരണം എന്താണ്? 68% മാത്രമേ ഇവിടെ പാക്കിംഗ് കപ്പാസിറ്റി വരുന്നുള്ളൂ.
ഇനി നമ്മൾ മറ്റൊന്ന് എടുക്കുക, സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ എടുക്കുക. സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോർണറിൽ മാത്രമേ പാർട്ടിക്കിൾ ഉള്ളൂ അല്ലേ? അപ്പോൾ എത്ര പാർട്ടിക്കിളേ ഉള്ളൂ അവിടെ? ശരിക്കും 1/8 × 8 ഒരു പാർട്ടിക്കിളേ ഉള്ളൂ അല്ലേ? ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ റേഡിയസ്, ഈ പാർട്ടിക്കിളിൻ്റെ റേഡിയസ് 6 ആണ് എങ്കിൽ സ്വാഭാവികമാണ് ഒരു എഡ്ജിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? 2 പാർട്ടിക്കിളേ വരുള്ളൂ അല്ലേ? അത് 2r എന്ന് എഴുതാനായിട്ട് പറ്റും അല്ലേ? 2r, 6ഉം 2r ആണ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വോളിയം ഓഫ് ദ ക്യൂബിക് സെല്ല് നമുക്കറിയാം എ ക്യൂബാണ്. എ 2r ആണെങ്കിൽ എ ക്യൂബ് എന്നുള്ളതോ 2r ക്യൂബ് എത്ര കിട്ടും? 8r³ എന്ന് കിട്ടും അല്ലേ? അതാണ് ക്യൂബിക് യൂണിറ്റ് സെല്ലിൻ്റെ ആ യൂണിറ്റ് സെല്ലിൻ്റെ വോളിയത്തെ നമ്മൾ റേഡിയസുമായി കണക്ട് ചെയ്ത് എഴുതിയാൽ 8r³ എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഒരു പാർട്ടിക്കിളിൻ്റെ വോളിയം എത്രയാണ്? നമുക്കറിയാം 4/3 πr³ ആണ്. ഈ അറേഞ്ച്മെന്റിൽ എത്ര പാർട്ടിക്കിളേ ഉള്ളൂ ശരിക്കും? ആക്ച്വൽ പാർട്ടിക്കിളിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 1/8 × 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. സോ പാർട്ടിക്കിളിന്റെ വോളിയം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 4/3 πr³ എന്ന് എഴുതാൻ പറ്റും. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ പാക്കിംഗ് എഫിഷ്യൻസി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. വോളിയം ഒക്യുപൈഡ് ബൈ 1 സ്പിയർ എത്രയാണ്? 4/3 πr³ ആണ്. ഡിവൈഡഡ് ബൈ യൂണിറ്റ് സെല്ലിന്റെ വോളിയം എത്രയാണ്? കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും 8r³ എന്ന് കിട്ടും അല്ലേ? ഇൻറ്റു 100 നോക്കുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും? 52.4% ആണ് കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ഇതിൻ്റെ എഫിഷ്യൻസി, ഈ പാക്കിംഗ് എഫിഷ്യൻസി, അതായത് BCCയുടെ പാക്കിംഗ് എഫിഷ്യൻസി, സിമ്പിൾ ക്യൂബിക് സെല്ലിൻ്റെ BCC അല്ല, സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ BCCയുടെ ബോഡി സെൻറ്റേഡിനേക്കാളും എന്താണ്? എഫിഷ്യൻസി കുറഞ്ഞ പാക്കിംഗ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പോൾ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം പാർട്ടിക്കിളെയാണോ ഒരു യൂണിറ്റ് സെല്ലിൽ നമുക്ക് വെക്കാൻ കഴിയുന്നത്, ഒരു യൂണിറ്റ് സെല്ലിൽ പാക്ക് ചെയ്യാൻ കഴിയുന്നത്, അതിൻ്റെ എഫിഷ്യൻസി പെർസെൻറ്റേജിൽ പറയുന്നതാണ് പാക്കിംഗ് എഫിഷ്യൻസി. അത് CCP സ്ട്രക്ചറിൽ, FCC സ്ട്രക്ചറിലാണ് കൂടുതൽ ഉള്ളത്. 74% ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ബോഡി സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിൻ്റെ കേസിലാകുമ്പോഴത്തേക്കും അത് വളരെ കുറവാണ്. 52.4% ഉണ്ടാകുകയുള്ളൂ എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ പാക്കിംഗ് എഫിഷ്യൻസിയുടെ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ്, പ്രോബ്ലംസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഈ യൂണിറ്റ് സെല്ലിൻ്റെ ഡയമെൻഷൻസുമായി ബന്ധപ്പെട്ട ഒരു കാൽക്കുലേഷൻ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യാം. അതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചിലപ്പോൾ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട് പരീക്ഷയ്ക്ക്. യൂണിറ്റ് സെല്ലിൻ്റെ ഡയമെൻഷൻസുമായി ബന്ധപ്പെട്ടത്, യൂണിറ്റ് സെല്ലിൻ്റെ എഡ്ജിൻ്റെ ലെങ്ത് A ആണെന്നിരിക്കട്ടെ. യൂണിറ്റ് സെല്ലിൻ്റെ എഡ്ജ് ഈ പിക്ചറിൽ കാണുന്ന പോലെ അതിൻ്റെ ലെങ്ത് A ആണെന്നിരിക്കട്ടെ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അത് ഡിഫറെൻറ്റ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് സാധാരണ കണ്ടുപിടിക്കുന്നത്. അത് എക്സ്റേ ഡിഫ്രാക്ഷൻ പോലുള്ള പ്രോസസ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അങ്ങനെ കണ്ടുപിടിച്ച ലെങ്ത് ആണ് A. ഓക്കെ, ആ സബ്സ്റ്റൻസിൻ്റെ, ആ യൂണിറ്റ് സെല്ലിൻ്റെ സബ്സ്റ്റൻസിൻ്റെ ഡെൻസിറ്റി D, മോളാർ മാസ് അതിൻ്റെ ക്യാപിറ്റൽ M ആണെന്നിരിക്കട്ടെ. അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ A³ ആയിരിക്കും. കാര്യം എന്താണ്? ആ യൂണിറ്റ് സെൽ, ക്യൂബിക് യൂണിറ്റ് സെല്ലിൻ്റെ എഡ്ജ് A ആണെങ്കിൽ വോളിയം എന്താണ്? A³ ആണ്. മാസ് ഓഫ് ദ യൂണിറ്റ് സെൽ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? മാസ് ഓഫ് ദ യൂണിറ്റ് സെൽ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആറ്റംസ് ഇൻറ്റു മാസ് ഓഫ് ഈച്ച് ആറ്റംസ് എന്ന് എഴുതാൻ പറ്റും. കാരണം എന്താണ്? ആ യൂണിറ്റ് സെല്ലിൽ എന്ത് മാത്രമേ ഉള്ളൂ? ആറ്റംസേ ഉള്ളൂ. എത്ര ആറ്റം ഉണ്ടോ അതിൻ്റെ ആ എണ്ണത്തെ ആ ആറ്റത്തിൻ്റെ മാസ് കൊണ്ട് ഗുണിച്ചാൽ ആ യൂണിറ്റ് സെല്ലിൻ്റെ മാസ് കിട്ടും. കാരണം എന്താണ്? ബാക്കി സ്ഥലമെല്ലാം എന്താണ്? വോയിഡ്സ് ആണ്, ഗ്യാപ്പാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ വെയിറ്റ്, ആ മാസ്, ആ യൂണിറ്റ് സെല്ലിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തിൻ്റെ മാസ് മാത്രമാണ്? ആ പാർട്ടിക്കിളിൻ്റെ ആറ്റംസിൻ്റെ മാസ് മാത്രമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മാസ് ഓഫ് യൂണിറ്റ് സെൽ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആറ്റംസ് ഇൻറ്റു മാസ് ഓഫ് ഈച്ച് ആറ്റംസ് എന്ന് എഴുതാൻ പറ്റും. നമ്പർ ഓഫ് ആറ്റംസിനെ നമ്മൾ Z കൊണ്ട് ഡിനോട്ട് ചെയ്തു. മാസ് ഓഫ് ഈച്ച് ആറ്റത്തിൻ്റെ മാസിനെ നമ്മൾ സ്മോൾ ലെറ്റർ M കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. കഴിഞ്ഞ കൊല്ലം നിങ്ങൾ ഒരു കാൽക്കുലേഷൻ പഠിച്ചിട്ടുണ്ട്. മാസ് ഓഫ് ആൻ ആറ്റം ഈസ് ഈക്വൽ ടു മോളാർ മാസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ എന്ന് പഠിച്ചിട്ടുണ്ട്, അല്ല അവഗാഡ്രോ കോൺസ്റ്റന്റ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? നമുക്കപ്പോൾ അതുകൊണ്ട് സ്മോൾ ലെറ്റർ M ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ M, ദാറ്റ് ഈസ് മോളാർ മാസ് ഡിവൈഡഡ് ബൈ NA ദാറ്റ് ഈസ് ഈക്വൽ ടു അവഗാഡ്രോസ് കോൺസ്റ്റന്റ്, അവഗാഡ്രോസ് നമ്പർ എന്ന് എഴുതാനായിട്ട് പറ്റും. 6.023 × 10⁻23 എന്ന് കഴിഞ്ഞ കൊല്ലം നിങ്ങൾ പഠിച്ചത് അല്ലേ? ഡെൻസിറ്റി, ഒരു പദാർത്ഥത്തിൻ്റെ, ഒരു സബ്സ്റ്റൻസിൻ്റെ ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ദ യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ ആയിരിക്കില്ല. മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണല്ലോ ഡെൻസിറ്റി. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം, നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഇക്വേഷൻ നമ്മളിവിടെ എടുക്കുകയാണ്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു D ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം എന്ന് നമ്മൾ എടുത്തു. വോളിയം എന്താണ്? വോളിയം നമ്മൾ പറഞ്ഞു നേരത്തെ A³ ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. മാസ് Z ഇൻറ്റു M ആണെന്നും പറഞ്ഞു, വോളിയം A³ ആണെന്നും പറഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മോളിൽ ഇസ് ദ മാസ് ഓഫ് ദി യൂണിറ്റ് സെൽ, വി ഓൾറെഡി ഡിസ്കസ് ദാറ്റ് വൺ. മാസ് ഓഫ് ദി യൂണിറ്റ് സെൽ ഈസ് ഈക്വൽ ടു Z ഇൻറ്റു M. സോ മോളിൽ നമ്മൾ Z ഇൻറ്റു M എഴുതി, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ അവിടെ എന്ത് എഴുതും? നമ്മൾ
അത് വോളിയമാണ്, വോളിയം എ ക്യൂബാണ്. അപ്പോൾ ഇസഡ് ഇൻറ്റു എം ഡിവൈഡഡ് ബൈ എ ക്യൂബ് എന്ന് എഴുതി അല്ലേ? ക്ലിയർ അല്ലേ? ഇവിടെ ഈ എം എന്ന് പറഞ്ഞാൽ ആറ്റത്തിന്റെ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോളാർ മാസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ ആണ്. ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ എൻ എ ആണ് അല്ലേ? അപ്പോൾ ഈ സ്മോൾ ലെറ്റർ എമ്മിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എം ഡിവൈഡഡ് ബൈ എൻ എ കൊണ്ട് റീപ്ലേസ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ഇസഡ് ഇൻറ്റു എം ഡിവൈഡഡ് ബൈ എ ക്യൂബ് ഇൻറ്റു എൻ എന്ന് എഴുതാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ഡി ഇസ് ഈക്വൽ ടു ഇസഡ് എം ഡിവൈഡഡ് ബൈ എ ക്യൂബ് എൻ എ. ഇവിടെ ഇതാണ് ഫൈനൽ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ എത്ര പാരാമീറ്റേഴ്സ് ഉണ്ട്? 5 പാരാമീറ്റേഴ്സ് ഉണ്ട്. ഡി ഡെൻസിറ്റി ഉണ്ട്, ഇസഡ് നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്, എം മോളാർ മാസ് ഉണ്ട്, എ എന്താണ് ആ ക്യൂബിക് സെല്ലിന്റെ ലെങ്ത് ഉണ്ട്, എൻ എ അവഗാഡ്രോ നമ്പർ ഉണ്ട്. എക്സാമിന് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒഴികെ ബാക്കി 4 പാരാമീറ്ററും തന്നിട്ട് നിങ്ങളോട് ആ 5ാമത്തെ പാരാമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് എന്തുണ്ടാകണം? കറക്റ്റ് ബൈ ഹാർട്ട് ആയിട്ടുണ്ടാകണം. ഡി ഇസ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു എം ഡിവൈഡഡ് ബൈ എ ക്യൂബ് ഇൻറ്റു എൻ എ എന്നുള്ളത്. എൻ എ എന്നുള്ളത് അവഗാഡ്രോ നമ്പറാണ്. നമ്മളൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ? നമുക്ക് നോക്കൂ, ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഒരു പ്രോബ്ലം ആണ്. എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് ഷോ ദാറ്റ് കോപ്പർ ക്രിസ്റ്റലൈൻസ് ഇൻ ആൻ FCC യൂണിറ്റ് സെൽ വിത്ത് സെൽ എഡ്ജ് ഓഫ് 3.608 into 10⁻⁻8 centimeter. In a separate experiment, copper is determined to have a density of 8.92 gram per centimeter cube. Calculate the atomic mass of copper. ഇവിടെ കോപ്പറിനെ കുറിച്ചിട്ടാണ്, അതിൻ്റെ അറ്റോമിക് മാസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ പ്രോബ്ലത്തിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഈ പ്രോബ്ലത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് FCC സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? FCC സ്ട്രക്ചർ ആണ്, ഫേസ് സെൻറ്റേഡ് ആണ്. അപ്പോൾ അവിടെ നമ്പർ ഓഫ് ആറ്റംസ് എത്രയായിരിക്കും? നമ്പർ ഓഫ് ആറ്റംസ് 4 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു പാരാമീറ്റർ കിട്ടി അല്ലേ? ഇസഡ് ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. കാരണം ഫസ്റ്റ് സെന്റൻസിൽ തന്നെ പറഞ്ഞേക്കുന്നത് എന്താണ്? എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് ഷോസ് ദാറ്റ് കോപ്പർ ക്രിസ്റ്റലൈസസ് ഇൻ ആൻ FCC യൂണിറ്റ് സെൽ. FCCയിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇസഡ് എത്രയാണ്? 4 ആണ്. സോ ഇസഡ് ഈസ് ഈക്വൽ ടു 4 എന്ന് നമുക്ക് അപ്പോൾ തന്നെ കിട്ടി അല്ലേ? നമുക്ക് ഇക്വേഷൻ എന്താണ് നമുക്കറിയാമല്ലോ നേരത്തെ, ഡി ഈസ് ഈക്വൽ ടു ഇസഡ് എം ഡിവൈഡഡ് ബൈ എ ക്യൂബ് ബൈ എൻ എന്നുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇതിനകത്ത് ഡി എത്രയാണ്? ഡെൻസിറ്റി 8.92 gram per centimeter cube തന്നിട്ടുണ്ട്, പ്രോബ്ലത്തിലുണ്ട് അല്ലേ? കോപ്പർ ഈസ് ഡിറ്റർമിൻഡ് ടു ഹാവ് എ ഡെൻസിറ്റി ഓഫ് 8.92 gram per centimeter cube എന്ന് തന്നിട്ടുണ്ട്. ഇസഡ് എത്രയാണ്? നമ്മൾ പറഞ്ഞു 4 ആണ്. എ എഡ്ജ് ലെങ്ത് എത്രയാണ്? അതും ഇതിനകത്ത് പ്രോബ്ലത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്, വിത്ത് എ സെൽ എഡ്ജ് എത്രയാണ്? 3.608 into 10⁻⁻8 centimeter എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ എ അവഗാഡ്രോ നമ്പർ അല്ലേ? എത്രയാണ്? 6.022 into 10⁻23. അത് നമുക്കറിയാം. കാൽക്കുലേറ്റ് ചെയ്യേണ്ട എന്താണ്? അറ്റോമിക് മാസ് ആണ് അല്ലേ? അറ്റോമിക് മാസ് ക്യാപിറ്റൽ എം ആണ്. മോളാർ മാസ് അറ്റോമിക് മാസ് എത്രയാണ്? ക്യാപിറ്റൽ എം ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ ക്യാപിറ്റൽ എം കണ്ടുപിടിക്കണം. ഡി തന്നിട്ടുണ്ട്, ഇസഡ് തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, എൻ എ അറിയാം. എങ്കിൽ നമുക്ക് ക്യാപിറ്റൽ എം എങ്ങനെ കണ്ടുപിടിക്കാം? ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു എ ക്യൂബ് എൻ എ ഡി ഡിവൈഡഡ് ബൈ ഇസഡ് എന്നുള്ളതാണ്. എല്ലാം ബാക്കി 4 പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ 4 പാരാമീറ്റേഴ്സ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ 3.608 into 10⁻⁸8 centimeter the whole cube into 6.022 into 10⁻23 into d 8.92 divided by z is equal to 4 divided by 4 that is equal to അത് സോൾവ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 63.1 gram per mole എന്ന് കിട്ടും. 63.1 gram per mole. ഇതാണ് അതിൻ്റെ അറ്റോമിക് മാസ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇതിനകത്ത് ഈ പ്രോബ്ലംസിൻ്റെ 5 പാരാമീറ്റേഴ്സിൽ നമ്മളോട് ചിലപ്പോൾ ചിലത് ഹിഡൻ ആയിരിക്കും, ഡേറ്റാസ് എല്ലാം അവിടെ തന്നുകൊള്ളണമെന്നില്ല. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കി എടുക്കണം. ചിലപ്പോൾ ഒരു മെറ്റലിൻ്റെ പേരായിരിക്കും തന്നിരിക്കുന്നത്. അപ്പോൾ ആ മെറ്റൽ ഏത് സ്ട്രക്ചർ ആണെന്നുള്ളത് നമുക്ക് അറിവുണ്ടാകണം. നമ്മൾ എവിടെയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരികയും ഈസി ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഒരൊറ്റ ഇക്വേഷൻ പഠിക്കുക, ഈ 5 പാരാമീറ്റേഴ്സ് മാറി മാറി ചോദിക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്. വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഈ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്തൊരു എപ്പിസോഡ് കൂടി നമ്മൾ ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. സോളിഡിനകത്തുള്ള ഇംപെർഫെക്ഷൻസ് ജസ്റ്റ് പറയുക എന്നുള്ളതാണ്. അത് കഴിവിൻ്റെ പരമാവധി അടുത്ത എപ്പിസോഡ് കൂടി പരമാവധി വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്,
കൃത്യമായിട്ട് ഇത് പഠിച്ചു പോയാൽ മാത്രമാണ് ഈ ചാപ്റ്റർ നമുക്ക് ഫോളോ ചെയ്യാനും പഠിക്കാനും കഴിയുള്ളൂ. കുറച്ച് കഴിഞ്ഞ് അതായത് മനസ്സിലാക്കി പഠിച്ചാലാണ്, അതിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കി ഇരിക്കുകയുള്ളൂ. അങ്ങനെ പഠിച്ചാൽ ഇത് വളരെ ഈസിയാണ്. അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.